പ്രിയപ്പെട്ടവരെ, JDT ഇസ്ലാം LP സ്കൂളിൻ്റെ ആനുവൽ ആർട്സ് ഫെസ്റ്റിൻ്റെ വേദിയിലാണ് നാം ഇപ്പോൾ. ഈ യോഗത്തിൽ ഉദ്ഘാടകയായി നമ്മൾ കാത്തിരിക്കുന്ന ഡോക്ടർ ബീന ഫിലിപ്പ്, JDT ഇസ്ലാം പ്രസിഡന്റ് ഡോക്ടർ PC അൻവർ, വാർഡ് കൗൺസിലർ ഫെനിഷ K സന്തോഷ്, മറ്റ് വേദിയിലെ അഭിമന്യരെ, ജാം 2K25 JDT ഇസ്ലാം LP സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൽ സംബന്ധിക്കുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു അധ്യയന വർഷം അതിൻ്റെ അവസാനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ അധ്യയന വർഷം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു വർഷമാണ്. പഠന മികവിനൊപ്പം തന്നെ പാഠ്യേതര രംഗത്തും നമുക്ക് ഉയർന്ന നിലവാരം പുലർത്താൻ കഴിഞ്ഞു. സബ് ജില്ലയിൽ ഗണ്യമായ എണ്ണം LSS നേടിയ വിദ്യാലയങ്ങളിൽ നമുക്കും ഇടം പിടിക്കാൻ സാധിച്ച ഒരു വർഷമാണിത്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നാം ഏറെ മുന്നേറുന്നു. സബ് ജില്ലയിലെ കലാകായിക മേളകളിൽ ഈ വർഷം നമുക്ക് ചാമ്പ്യന്മാരാവാൻ സാധിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇത്ര എണ്ണം വിദ്യാർത്ഥികൾ പഠിക്കുന്ന, അതായത് 550ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്ര അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ വിരളമാണ്. അടുത്ത അധ്യയന വർഷത്തേക്ക് 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ നിലയിലാണ് ഉള്ളത്. ഏറെ ആഹ്ലാദത്തോടെയും ഏറെ അഭിമാനത്തോടെയും വളരെ സന്തോഷത്തോടെയുമാണ് ഈ വാർഷികാഘോഷ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന വേദിയിൽ നാം നിൽക്കുന്നത്. MLA തോട്ടത്തിൽ രവീന്ദ്രൻ അനുവദിച്ച കുടിവെള്ള പദ്ധതിയും ശീതീകരിച്ച കമ്പ്യൂട്ടർ ലാബും PTA-യുടെയും MPT-യുടെയും SST-യുടെയും ഒരു വലിയ പരിശ്രമം കൊണ്ട് നേടിയെടുത്ത ഒരു വർഷം കൂടിയാണിത്. ഞാൻ നീട്ടിപ്പറയുന്നില്ല. ഉദ്ഘാടന വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന JDT ഇസ്ലാം പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാറിനെ ഞാൻ വളരെ ഹൃദ്യമായി നമ്മുടെ 2K25 ജാം 2025 വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള വാർഡ് കൗൺസിലർ ഫെനിഷ K സന്തോഷ് അവർകളെ വളരെ ആദരവോടെ സ്നേഹത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ എല്ലാറ്റിനും നമ്മോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ PTA പ്രസിഡന്റ് ജെഫ്രി അവർകളെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് SST കൺവീനർ നവാസ് മൂഴിക്കലിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. MPTA പ്രസിഡന്റ് സുഭദ്ര അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശിഷ്ട അതിഥി മെഹറിൻ, പോപ്പുലർ സിംഗർ, കൈരളി TV ആൻഡ് ഏഷ്യാനെറ്റ് മെഹറിൻ അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ ഗഫൂർ സാർ,
നിയുക്ത എച്ച് എം, എൽ പിയിലെ നിയുക്ത എച്ച് എം അഷ്റഫ് സാർ, നിയുക്ത ഹെഡ് മാസ്റ്റർ റഷീദ് സാർ, പിന്നെ നമ്മൾ റിട്ടയർ ചെയ്തു പോയ അഷ്റഫ് സാർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട എൻ്റെ രക്ഷിതാക്കളെ, കുട്ടികളെ, എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയായ നമ്മുടെ ഹെഡ് മിസ്സസ് കെ ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയർ ബീന ഫിലിപ്പ്, JDTയുടെ പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാർ, ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ സാർ, അതുപോലെ നമ്മുടെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് കൺവീനറായിട്ടുള്ള നവാസ്ക, MPTA ചെയർപേഴ്സൺ സുഭദ്ര, അടുത്ത വർഷം നമ്മുടെ ഈ സ്കൂളിലേക്ക് പുതിയ അച്ഛമായി വരുന്ന റഷീദ് സാർ, അതുപോലെ നമ്മളെ മുൻ അച്ഛം അഷ്റഫ് സാറ്, നമ്മുടെ വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മെഹറിൻ, അതുപോലെ ഈ വേദിയെ, ഈ സദസ്സിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ സ്കൂളിൻ്റെ എല്ലാ രീതിയിലും സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, JDT LP സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ വർഷവും ഞാൻ പറയുന്നത് പോലെ തന്നെ, മുൻപും ഞാൻ പറഞ്ഞതുപോലെ തന്നെ, JDT LP സ്കൂളിനെ വെല്ലാൻ JDT LP സ്കൂൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് ഈ സദസ്സിനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നോക്കി പറയാം. നമ്മുടെ ഇവിടെ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും ആ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിൻ്റെ മുൻപന്തിയിൽ നമ്മുടെ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ എല്ലാത്തിനും നമ്മളെ കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരും ഉണ്ടാവുന്നതാണ് JDTയുടെ വിജയം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്കുണ്ടാകുന്ന സഹായങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണെന്ന്. അതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ വർഷവും ഈ വർഷം നമ്മുടെ സബ് ജില്ലാ തലത്തിൽ, അതിന് മുന്നത്തെ വർഷവും സബ് ജില്ലാ തലത്തിലൊക്കെ ഒട്ടനവധി മികച്ച നേട്ടങ്ങൾ ഫസ്റ്റായിട്ട് തന്നെ സബ് ജില്ലാ തലത്തിൽ നമ്മൾ സ്കൂളിലെ കുട്ടികൾ നമുക്ക് നേട്ടങ്ങൾ നേടിത്തന്നു എന്നുള്ളത് ഏറെ അഭിമാനം തരുന്ന കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റ് ഒരു പ്രൈവറ്റ് സ്കൂളിനെ പോലെയല്ല. നമ്മൾ ഈ സ്ഥാപനം, പല സ്കൂളുകളും പല എന്താ പറയുക, ഒരു ഡാൻസിനായാലും ഏതൊരു വിഷയത്തിലായാലും പുറത്തുനിന്ന് ആളെ വെച്ചുകൊണ്ട് ഓരോ പരിപാടി, ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ തന്നെ നമ്മുടെ പേരൻസും ടീച്ചേഴ്സും സംഘടിപ്പിക്കുന്നതാണ്. അതായത് അവരാണ് നമ്മളെ കുട്ടികളുടെ ട്രെയിനിങ് നടത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ പുറമേ നിന്നും ഒരാളെ ടീച്ചേഴ്സ് ആയിട്ട് വെച്ചിട്ടോ ഒന്നുമല്ല നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കാറ്. ഇവരുടെ എന്താ പറയുക, ആ ഒരു കലയാണ് നമ്മളെ കുട്ടികളിൽ എത്തിക്കുന്നത് എന്നുള്ളതിൽ ഏറെ അഭിമാനം തന്നെയാണ് JDT LP സ്കൂൾ എന്ന നിലയിൽ. യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും ഈ പരിപാടിയിൽ എന്തായാലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ബീന ഫിലിപ്പ് ടീച്ചർ അല്പസമയത്തിനുള്ളിൽ എത്തും എന്നാണ് നമ്മൾ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ടീച്ചർ എത്തും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ഇതിലുള്ള നമുക്ക് സപ്ലിമെൻറ്റിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ തോന്നുന്നു. എന്തായാലും ടീച്ചർ എത്തും എന്നാണ് പറഞ്ഞത്, നമ്മളിപ്പോൾ വിളിച്ചപ്പോൾ എത്തും എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനുശേഷം നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജാം സപ്ലിമെൻ്റ് പ്രകാശനം നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ PC അൻവർ സർ, എഡിറ്റർ മൻസൂർ മാസ്റ്റർ, ചെയർമാൻ ശ്രീ ജാനിഫ്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ അതിഥികളെ, അധ്യക്ഷൻ PTA പ്രസിഡന്റ് ജെഫ്രി അവർകൾ, ഹെഡ്മിസ്ട്രസ്, കൗൺസിലർ, അങ്ങനെ തുടങ്ങി വിശിഷ്ടരായ എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, JDT ഇസ്ലാം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ LP സ്കൂളിൻ്റെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ സന്തോഷവും ആഹ്ലാദവും അഭിമാനവും ഒക്കെ തന്നെ തോന്നുന്നുണ്ട്. JDT ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ കുഞ്ഞ് എന്ന നിലയിൽ JDT ഇസ്ലാം പ്രൈമറി സ്കൂൾ, LP സ്കൂൾ അതിൻ്റെ മാതാവായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ്. ഇത്രയും ദശാബ്ദങ്ങൾ, അല്ലെങ്കിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിനോടടുക്കുന്ന ഈ സ്ഥാപനം കാലകാലങ്ങളായി വെള്ളിമാട്ടുകുന്നിലെ പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആൾക്കാരുടെ മക്കളെ, കുരുന്നുകളെ അതിൻ്റെ പഠിപ്പിക്കാൻ ഇടയായി എന്നത് സന്തോഷകരമാണ്. ഒരു എയ്ഡഡ് സ്കൂൾ എന്ന നിലയിൽ നാട്ടുകാരുടെയും അധികാരികളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇന്ന് ദൈവം സഹായിച്ചത് അപാരമായ അനുഗ്രഹം കൊണ്ട് നല്ല മേന്മയോടുകൂടി ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ ഞങ്ങൾ ആരെക്കാളും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ LP സ്കൂൾ ഈ പ്രദേശത്ത് നിൽക്കുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ്. കാലങ്ങളായി ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപക പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇവിടെ പഠിച്ച് അധ്യാപകരായ ആൾക്കാരുണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ നിസ്വാർത്ഥമായ അതികഠിനമായ പ്രയത്നം കൊണ്ടാണ് ഈ 5 സ്റ്റാർ സ്കൂളുകളുടെയൊക്കെ വേലിയേറ്റത്തിൽ മുങ്ങിപ്പോവാതെ ഞങ്ങളുടെ അഡ്മിഷൻ വളരെ ദീർഘമായ ക്യൂകൾ വെച്ചുകൊണ്ട് ശുപാർശ നൽകുന്നൊരവസരമുണ്ടാക്കി ഈ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് എന്നതിൽ പറയുന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസിനും ഇവിടുത്തെ എല്ലാ അധ്യാപകന്മാർക്കും കൊടുക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ PTA, കാലങ്ങളായിട്ടുള്ള PTA വളരെ സജീവമായിട്ട് ഇവിടെയുള്ള ഇപ്പോഴത്തെ PTA പ്രസിഡൻ്റായാലും നവാസ് കെ ആയാലും അങ്ങനെ വെള്ളിമാടുകുത്തിലെ പല പ്രമുഖരും ഇതിൻ്റെ PTA ആയിട്ട്, ഇവിടെ PTA ഭാരവാഹികളായിട്ട്, ഇതിൻ്റെ മെമ്പർമാരായിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ കാലങ്ങളൊക്കെ തന്നെ അകമഴിഞ്ഞ സഹകരണവും ഒത്താശയും പ്രോത്സാഹനവും ഈ സ്കൂളിന് നൽകി. അതുകൊണ്ടാണ് JDT ഇസ്ലാം LP സ്കൂള് അഭിമാനകരമായി തിരക്ക് പിടിച്ച, അഡ്മിഷന് തിരക്കുള്ള, സ്റ്റാൻഡേർഡുള്ള, മൂല്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമായി നമ്മൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ PTA ആൾക്കാരെയും രക്ഷിതാക്കളെയും ഇതിൻ്റെ നാട്ടുകാരെയൊക്കെ തന്നെ കടപ്പാടോടുകൂടി സ്മരിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാ സന്തോഷവും അറിയിക്കുന്നു. നമ്മുടെ കൗൺസിലർ ഇവിടെയുണ്ട്. എപ്പോഴും ഏത് പരിപാടിക്കും നമ്മളോടൊപ്പമുള്ള അവരെയും ആദരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എൻ്റെ രക്ഷിതാക്കൾ ഇവിടെ സജീവമായി ഈ വർണ്ണപ്പൊലിമയൊക്കെ തന്നെ ഈ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയിൽ നിന്ന് വരുന്നതാണ്. തീർച്ചയായിട്ടും അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്, കടപ്പാടുണ്ട്. അവർക്കൊക്കെ നന്മകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പരിപാടിക്കും തുടർന്നും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്.
അതോടൊപ്പം ഈ ഒരു ആർട്സ് ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ഈ ആനുവൽ ഡേക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ റുക്കിയ ടീച്ചർ ഇവിടുന്ന് വിരമിക്കുകയും പുതിയ സാരഥിയായി റഷീദ് മാഷ് വരികയും ചെയ്യുന്ന ഒരു മുഹൂർത്തവും കൂടി ആണ് ഈ ആനുവൽ ഡേ. തീർച്ചയായും അവർക്കൊക്കെ തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറുഭാഷണം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പിരിയുന്ന റുക്കിയ ടീച്ചർക്ക് പൊന്നാടയണിയിച്ചുകൊണ്ട് ഉപഹാരം നൽകുകയാണ് അഭിവന്ദിയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഉപഹാരം സ്വീകരിക്കുന്നതിനായി 3 വർഷം തുടർച്ചയായി PTA പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ജെഫ്രിയെ സ്വാഗതം ചെയ്യുന്നു. SSG കൺവീനർ നവാസ് മൂഴിക്കലിനെ മേയർ ആദരിക്കുകയാണ്. എന്തൊരു മധുരമുള്ള പേരാണല്ലേ, ജാം. ജാം ഇഷ്ടാണോ? അതാ ഈ വർഷത്തെ നമ്മുടെ വാർഷികം, അതിന് നമ്മളിട്ട പേര് ജാം 2024 എന്നായിട്ടത്. 25 അല്ലേ അല്ലേ അല്ലേ? അപ്പോൾ ജാം 2025 2025 മധുരം പോലത്തെ ഒരു ദിവസമാണിന്ന്. അതിൽ ചെറിയ സങ്കടമുണ്ട്. എന്താ സങ്കടം? റുക്കിയ ടീച്ചർ പിരിഞ്ഞു പോവാണ്. സങ്കടമുണ്ടോ? റുക്കിയ ടീച്ചർ പഠിപ്പിച്ചവരുണ്ടോ ഇവിടെ? ആരൊക്കെ ഉണ്ടോന്ന് കൈവന്തിക്ക് കാണട്ടെ. അതാ ടീച്ചർ പഠിപ്പിച്ചവർ കുറച്ച് പേര് പഴയ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും സാരമില്ല, ഇന്ന് ഈ ഒരു ദിവസം വന്ന് നമുക്ക് ഈ ഒരു വാർഷിക ദിനത്തിൽ പങ്കെടുക്കാനും അതുപോലെ ടീച്ചറെ ഒന്ന് കാണാനും പറ്റിയല്ലോ. പഴയ കുട്ടികൾക്കൊക്കെ അവരുടെയൊക്കെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. ഇന്നത്തെ നമ്മുടെ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ നടക്കുകയാണ്. അതിൽ നമ്മൾ ഈ ഒരു സപ്ലിമെൻ്റ് ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പേ റിലീസ് ചെയ്തു. അതിന് ഡോക്ടർ PC അൻവർ, അതുപോലെ അത് നമുക്ക് പരിചയപ്പെടുത്തിയോ അത് പരിചയപ്പെടുത്തിയ മൻസൂർ മാസ്റ്റർ, ഈ വാർഡിലെ കൗൺസിലർ ഫെനിഷ, അതുപോലെ നമ്മുടെ MPTA ചെയർപേഴ്സൺ സുഭദ്ര, നമ്മൾ PTA പ്രസിഡൻറ്റ് ജെഫ്രി, അദ്ദേഹത്തിന് നമ്മളൊരു ഇത് കൊടുത്തു കേട്ടോ. അതുപോലെ നമ്മുടെ SSGയുടെ മിസ്റ്റർ, പേര് മറന്നുപോയല്ലോ, ഇവിടെ പേരില്ല, ജെഫ്രിയുടെ പേര് ഓർമ്മയുണ്ട്, നവാസ്, മിസ്റ്റർ നവാസ്, മറ്റ് ഈ വേദിയിലും അതുപോലെ സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇവിടേക്ക് വരുമ്പോഴേക്കും എൻ്റെ ക്ഷീണമൊക്കെ പോയി. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് കുട്ടികളുടെ പരിപാടിക്ക് വരുമ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ പോകും. അത്രമേൽ ഇഷ്ടമാണ് ഈ കൊച്ചു കുട്ടികളെ. ഞാനൊക്കെ B.Ed കഴിഞ്ഞാലും ചെറിയ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കും. ഞാനുള്ള ഹൈസ്കൂൾ ടീച്ചറാണ്. അവിടുത്തെ സ്കൂളിൽ അന്ന് LKG UKG നഴ്സറി ഒന്നുമില്ല. അപ്പോൾ അവർ നഴ്സറി തുടങ്ങി. അവിടുത്തെ ആയയ്ക്ക് ഒരു ഓപ്പറേഷൻ. അപ്പോൾ അവർ പോയപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ ആയയില്ല നോക്കാൻ. ടീച്ചർമാരൊന്നും അന്നത്തെ കാലത്ത് തൊടില്ല അങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാൽ. മൂത്രം ഒഴിക്കാൻ മുട്ടിയാലും കക്കൂസ് പോകാൻ മുട്ടിയാലും കുട്ടികൾ പതുക്കെ വന്ന് നോക്കും, ഈ ചെറിയ മക്കൾ സ്റ്റാഫ് റൂമിൽ ഞാനുണ്ടോയെന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും പുറത്തേക്ക് പോകണം. അവരെ കഴുകിച്ച് വൃത്തിയാക്കി അങ്ങനെ അവരെ നോക്കിയ ഒരു ടീച്ചറും കൂടിയാണ് ഞാൻ കേട്ടോ. അന്ന് ഞാൻ ഹൈസ്കൂൾ ടീച്ചറാണ്, പക്ഷെ എനിക്കിഷ്ടമായിരുന്നു കുട്ടികളെ നോക്കാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ചെറിയൊരെണ്ണം, അപ്പോൾ എനിക്ക് ക്ലാസ്സിന് ഒഴിവാണ്, ഞാൻ വെറുതെ പോയി അവിടെ. അപ്പോൾ അവർ പറഞ്ഞു കളിക്കാൻ പോവാന്ന്. ശരി, ഞാൻ കളിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരാൾ ഉറങ്ങുക, എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല, ഉറക്കം തന്നെ. എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ച് ബാക്കിയുള്ളവരെയും കൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി. ഞാനിങ്ങനെ ഒരു പടിയുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കും, കുട്ടികളിങ്ങനെ ഓടി നടന്ന് കളിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പുറത്തൊരു തട്ടൽ, എന്നിട്ടൊരൊറ്റ നിലോളി. എന്താ കാരണം? കളിക്കാൻ പോകുമ്പോൾ വിളിക്കാത്ത സങ്കടം ഇനി വന്നിട്ടാണ് എന്നെ അടിച്ചിട്ട് ഒരു കരച്ചിലാണ്. അപ്പം അതുപോലെയൊക്കെയുള്ള ഒത്തിരി ആ കുഞ്ഞുങ്ങളിലൊക്കെ ഒരു മുറിവ് വന്നാൽ, അവർ വീണിട്ട് കാലിൻ്റെ മുട്ട് പൊട്ടിയാൽ
ബീന ടീച്ചർ എന്ന് വിളിച്ചിട്ട് അവർ കരയുക. ഗുജറാത്തി കുട്ടികളാണ്. ചിലർക്കൊന്നും അവർ ബീന ടീച്ചർ എന്നല്ല വിളിക്കുക, ബീന ടീച്ചർ എന്നാണ് വിളിക്കുക. അങ്ങനെ കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചിട്ടും 1ലും പഠിപ്പിക്കും, 4ലും പഠിപ്പിക്കും, പിന്നെ 9ഉം 10ഉം ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുക. പക്ഷെ എനിക്കിഷ്ടമായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ. അവരെ മലയാളം പഠിപ്പിക്കും, കണക്ക് പഠിപ്പിക്കും. ഈ ഗുജറാത്തി കുട്ടികളെയൊക്കെ മലയാളത്തിൽ പാട്ട് പഠിപ്പിക്കും. അപ്പോൾ ഇറ്റുകൾ വീട്ടിൽ പോയാൽ അമ്മയോട് പറയും മലയാളത്തിൽ പാട്ട് പാട് എന്ന്. അമ്മയ്ക്ക് മലയാളം അറിയില്ല, അവർക്ക് ഗുജറാത്തി അറിയുള്ളൂ. ഇന്ന് പിന്നെ കുറേ കൂടി അവർക്കൊക്കെ മലയാളം അറിയും. അന്നൊക്കെ അവർ ആ ഗുജറാത്തി സ്കൂളിൽ പഠിച്ച് അവിടെ തന്നെ ജീവിച്ച് അവർക്ക് വലിയൊരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ കുട്ടികളുടെ പരിപാടി സത്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് വരാൻ. എന്നാലും കുട്ടികളുടെ പരിപാടിയാണെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. രണ്ടാമത്തെ സന്തോഷം എനിക്ക് JDTയിൽ വരുമ്പോൾ ഉള്ള സന്തോഷമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ആര് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ഞാൻ കണ്ടത് അവർ JDTയിലേക്ക് ഒരു തുറന്ന കാറിൽ വരുമ്പോഴാണ്. പ്രേം നസീർ ഇടയ്ക്ക് ഇവിടെ കാണാൻ വരും. അപ്പം അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഏതൊരാൾക്കും ഏറ്റവും ബഹുമാനമുള്ള ഒരു സ്ഥാപനമായിരുന്നു JDT. ഏഷ്യയിലും വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു സ്ഥാപനമായിരുന്നു. ഇതുപോലെ പാവപ്പെട്ട കുട്ടികളെ, യതീമായ മക്കളെയൊക്കെ ചേർത്ത് പഠിപ്പിച്ച് വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഈ സ്ഥാപനം അത്രമേൽ പ്രശസ്തമായിരുന്നു കോഴിക്കോട്. അത് ഇന്ത്യ മുഴുവനും അത് പോയിരുന്നു എന്ന് ഞാൻ പറയാണ്. ഇന്നിപ്പം നിങ്ങൾക്ക് അതിൻ്റെ വില അറിയുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കറിയാം എങ്ങനെയാണ് കേരള സമൂഹത്തിൽ ഈ ഒരു പ്രസ്ഥാനം വിദ്യാഭ്യാസത്തിലൂടെ, പിന്നീട് ഡോക്ടർ അൻവർ വന്ന ശേഷമാണ് നമ്മുടെ ഇക്ര ആശുപത്രിയൊക്കെ ഒന്ന് എഴുന്നേറ്റത്. അല്ലെങ്കിൽ ആശുപത്രി ഉണ്ടെങ്കിലും അത് ജീവനില്ലാതെ കിടക്കായിരുന്നു. ഡോക്ടർ വന്ന ശേഷം അതെല്ലാ അർത്ഥത്തിലും അത് പുരോഗമിക്കുകയാണ്. അങ്ങനെ കുറേയേറെ പേര് അവരുടെ ജീവിതം മുഴുവനും ഈ JDTയിലെ ചില സ്ഥാപനങ്ങളോടൊപ്പം സഞ്ചരിച്ച് തീർത്തവരാണ്. ആ വ്യക്തിപ്രഭാവത്തിൻ്റെ തണലിലാണ് നമ്മളെ JDT ഇങ്ങനെ ഉയർന്നുയർന്ന് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും അവരുടെ ജീവിതത്തിൽ മറ്റൊരാളെ സഹായിക്കാൻ ഒരു സന്ദർഭം കിട്ടിയാൽ അത് ഉപയോഗിക്കണം. ഇങ്ങനെ കുറേ പേര് ചേർന്ന് ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ എത്രയോ പേർക്ക് തൊഴിലും ജീവിതവും കിട്ടി എന്ന പ്രത്യേകത മറക്കരുത്. റുക്കിയ ടീച്ചർ 37 കൊല്ലമായി പഠിച്ചോനെ. അപ്പം എത്ര വയസ്സ് കയറിയിട്ടുണ്ടാവും? 19 വയസ്സ് അല്ലേ? 19 വയസ്സല്ലേ ടീച്ചർ കയറിയത്? 18 വയസ്സ് കഴിഞ്ഞ പാടെ. ഇപ്പോൾ കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കണ കാലം, ആ കാലത്ത് ടീച്ചർ ജോലിക്ക് കയറിയിട്ടുണ്ട് ഇവിടെ. എൻ്റെ ചെറിയമ്മ അങ്ങനെയായിരുന്നു. അവർക്ക് 18 വയസ്സ് തികയുന്നതിന് മുൻപ് 1 വർഷം കൂട്ടിക്കൊടുത്തു. അതുകൊണ്ട് 17 വയസ്സ്, അവർ 14 വയസ്സിൽ SSC പാസ്സായി, 16 വയസ്സിൽ TTC പാസ്സായി, 17 ആവുമ്പോഴേക്കും അവർക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ എനിക്കറിയാം. എന്തായാലും റുക്കിയ ടീച്ചർ ഇത്രയും വർഷം ഇവിടെ പഠിപ്പിച്ച നമ്മുടെ റുക്കിയ ടീച്ചർ പിരിഞ്ഞു പോകുമ്പോൾ ടീച്ചർക്ക് പിരിഞ്ഞതുപോലെ തോന്നൂല. എങ്ങോട്ട് തിരിഞ്ഞാലും കുട്ടികളെ തട്ടിയിട്ടും മുട്ടിയിട്ടും, അല്ലെങ്കിൽ അവരച്ഛനമ്മമാരെ, ജ്യേഷ്ഠത്തിമാരെ, ടീച്ചർമാരെ അവരെയൊക്കെ തട്ടിയിട്ട് മുട്ടിയിട്ടും ടീച്ചർക്ക് റിട്ടയർ ചെയ്തൊന്നും തോന്നൂല. പിന്നെ റുക്കിയ ടീച്ചർക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാമല്ലേ, തിരിച്ചിങ്ങോട്ട് തന്നെ വന്നൂടെ? ശമ്പളമൊന്നും മേടിക്കാതെ ടീച്ചർ ഇടയ്ക്ക് വന്നിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുക. ടീച്ചർമാർ ലീവൊക്കെ എടുത്താൽ റുക്കിയ ടീച്ചർ ഞാൻ വരാം മോളെ, വേഗം റെഡിയായി ടീച്ചർ ഇങ്ങോട്ട് വാങ്ങി വരും. അങ്ങനെ ടീച്ചർക്ക് 37 വർഷം ജീവിച്ച ഈ ഒരു സ്ഥാപനം തൻ്റെ സ്വന്തം വീടിനേക്കാൾ പ്രിയങ്കരമാണ്, പരിചിതമാണ് എന്നതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് ഇനിയും റുക്കിയ ടീച്ചറുടെ മനോഹരമായ ഒരു ചിരി നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ടീച്ചർക്ക് റിട്ടയർമെൻറ്റിൽ സന്തോഷമുള്ള, സമാധാനമുള്ള, ആരോഗ്യമുള്ള ഒരു ജീവിതമാണ് ഞാൻ നേരുന്നത്. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഇത്ര മനോഹരമായിട്ട് എന്താ മക്കളൊക്കെ, ടീച്ചറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടംപോലെ കുട്ടികളുണ്ട് നമ്മുടെ LP സ്കൂൾ കൂടാതെ. അതുപോലെ LP സ്കൂളും മണി പോലെയുള്ള മക്കളായിട്ട് മാറണം എല്ലാവരും, അല്ലേ? വേണ്ടേ? മിടുക്കത്തികളും മിടുക്കന്മാരുമായിട്ടുള്ള മക്കളായിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളായിട്ട്, നല്ല സ്വഭാവമുള്ള മക്കളായിട്ട്, ഭാഷയൊക്കെ നന്നായി പറയാൻ പറ്റുന്ന കുഞ്ഞുങ്ങളായിട്ട് വളർന്ന് നല്ലവരായിട്ട് നമുക്ക് പുറത്തേക്ക് പോകണം. എവിടെ പോകുമ്പോഴും ഏത് സ്കൂളിലാണ് പഠിച്ചേ എന്ന് ആൾക്കാർ ചോദിക്കണം. നല്ല സ്വഭാവം കൊണ്ട് കേട്ടോ, ബടക്ക് സ്വഭാവം കൊണ്ടല്ല.
അപ്പം അങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഞാൻ JDT-യിലാണ് പഠിച്ചത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ 12ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കാം. എന്തോ ഒരു കോഴ്സാണ് ഈ JDT-യിൽ. അതിൽ ഏത് കോഴ്സും ചേരാം. അങ്ങനെ JDT-യുടെ ഒരു ഉൽപ്പാദനം ഒരു പ്രോഡക്റ്റായിട്ട് പുറത്തു പോവാനും JDT എന്നൊരു ബ്രാൻഡ് നിങ്ങളുടെ സ്വഭാവത്തിൽ കാണിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കുന്ന രീതിയിലേക്കുള്ള മക്കളായി, വലിയവരായി, ജോലിക്കാരായി, നല്ല വ്യക്തിത്വങ്ങളായി ഈ സമൂഹത്തിനും നിങ്ങൾ എവിടെ പോകുമ്പോൾ അവിടെയൊക്കെ ഉള്ള സമൂഹത്തിനും നന്മ ചെയ്യുന്നവരായി മാറാനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ പ്രിയപ്പെട്ട റുക്കിയ ടീച്ചർ കൊടുക്കുന്ന യാത്രയപ്പും അതോടൊപ്പം നടത്തിയ ഈ വാർഷിക ദിനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഉദ്ഘാടക, ബഹുമാനപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അവർകൾ, നമ്മുടെ പ്രിയപ്പെട്ട HM, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പാരൻസ്, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഈ ഒരു ആർട്ട് ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ആർട്സ് ഫെസ്റ്റ് എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു സ്റ്റേജും കവാടങ്ങളും മറ്റെല്ലാം തന്നെ അലങ്കരിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ ഈ ഒരു സദസ്സ്. തീർച്ചയായും ഈ ഒരു സദസ്സ് തന്നെയാണ് ഈ JDT LP സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു സ്റ്റേജ് കാണുമ്പോൾ, ഈ ഒരു സദസ്സ് കാണുമ്പോൾ. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ, കുട്ടികളുടെ ഈ ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയും കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു വ്യക്തിത്വം പൂർത്തിയാവുകയുള്ളൂ. തീർച്ചയായും ഈ ഒരു കലാമേള സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ആഘോഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാന ഉദ്ഘാടക മേയർ ഡോക്ടർ അൻവർ സാർ, മറ്റു വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും ജനങ്ങളെ കാണുന്ന നമുക്ക് മനസ്സിലാകും നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. പേരൻസ്, ടീച്ചേഴ്സ്, PTA, MPTA എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മെച്ചം കിട്ടുന്നത്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് വലിയ വലിയ ഒരു ഇവിടെ JDT LPക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷം കൊണ്ട് ജഫ്രി PT അടക്കമുള്ള MLA ഫണ്ടും NP ഫണ്ടും അങ്ങനെ ലക്ഷക്കണക്കിന് ഉറുപ്പികകൾ ചിലവാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെല്ലാ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ കൂടുതലൊന്നും പറയില്ല. നിങ്ങളൊക്കെ കുട്ടികളെ പരിപാടി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അവിടുന്ന് ചീത്ത പറഞ്ഞിടയ്ക്ക് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, 37 വർഷം അധ്യാപനം പൂർത്തിയാക്കി പടിയിറങ്ങുകയാണ്. 1988 ജൂൺ 1-നാണ് ഞാൻ ഇവിടെ സർവീസിൽ പ്രവേശിക്കുന്നത്. സർവീസ് നമ്മുടെ അസ്സൻ ഹാജി സെക്രട്ടറി ആയിരുന്ന കാലത്ത് 1987 ജോലിക്ക് വേണ്ടിയുള്ള അപ്ലിക്കേഷനുമായി 87 ഒരു നവംബർ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ സാറ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട നമ്മുടെ ജനാബ് ഹസൻ ഹാജി അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗ പൂന്താപ്പാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹസൻ ഹാജി പറഞ്ഞു, ഇവിടെ വാർഡനായിട്ട് ജോലി ചെയ്തോ, ഇപ്പം പോസ്റ്റൊന്നുമില്ല, പോസ്റ്റ് ഉണ്ടാകുമ്പോൾ തരാം, ഇപ്പം വാർഡനായി ഇവിടെ നിൽക്കണം. 1987 ഞാനിവിടെ വാർഡനായി നിൽക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞ പോലെ 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ യാത്ര ദൂര സ്ഥലമാണ്, അങ്ങ് കാന്തപുരം, പൂനൂർ, താമരശ്ശേരി ആ ഭാഗത്താണ് വീട്. അപ്പം ഞാനിവിടെ നിന്ന് വാർഡനായി നിൽക്കാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് പിറ്റേന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, നീ സ്കൂളിൽ പോയിക്കോ, ഇവിടെ എങ്ങനെ നിൽക്കണ്ട, സ്കൂളിൽ പോയി പണിയെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളിൽ പോയി. അവിടെ പോസ്റ്റൊന്നുമില്ല, എന്നാലും 87 നവംബർ മുതൽ മാർച്ച് വരെ അവിടെ
സൈൻ ചെയ്യാതെ, അതായത് രജിസ്റ്ററിൽ ഒപ്പിടാതെ ഞാൻ ജോലി ചെയ്ത. വളരെ സന്തോഷം തോന്നി. ഒപ്പിട്ടില്ലെങ്കിലും ജോലിക്ക് പോയല്ലോ. അങ്ങനെ 1988 ജൂണിലാണ് പിന്നെ അവിടെ പോസ്റ്റ് വന്നത്. അതിലേക്കാണ് എന്നെ നിയമിച്ചത്. അന്ന് നമ്മൾ താഴെ ഇപ്പോൾ കൺവെൻഷൻ സെൻ്ററുള്ള അവിടെയായിരുന്നു സ്കൂള്. ഒരു ചെറിയ എൽ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്, ഓടിട്ട ഒരു ബിൽഡിങ്. അന്ന് ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾ ഇവിടെ രക്ഷിതാക്കളായിട്ടുണ്ട്. നമ്മുടെ PTA പ്രസിഡന്റ് ജെഫ്രി അടക്കം എൻ്റെ സ്റ്റുഡൻ്റാണ്. അഭിമാനത്തോടെ ഞാൻ പറയാണ്. കുറേ ആളുകൾ ഇപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഉപ്പമാർ എൻ്റെ കുട്ടികളാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ അവരെ കാണുമ്പം പറയും എൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവരുടെ കുട്ടികളെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി, അൽഹംദുലില്ലാ. ആ ബിൽഡിങ്ങിൽ മഴ പെയ്താൽ വെള്ളം അകത്തെത്തും. പിന്നെ ഓട് ഇതൊക്കെ കക്കോലും പട്ടികയൊക്കെ തുരുമ്പിടിച്ച ചെതലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരവസ്ഥയിൽ പിന്നെ അവിടെ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ കഴിവുകൾ കണ്ടെത്തി. കുറേ ഓർഫൻ കുട്ടികളും ഉണ്ടായിരുന്നു. കുറേ ഓർഫൻ കുട്ടികളെ ഒരു ക്ലാസ് ഞാനൊക്കെ വന്ന കൊല്ലം ഞാൻ വന്ന അതായത് ചെറുപ്പക്കാർക്കൊക്കെ ആദ്യം വന്ന ന്യൂ കമേഴ്സിനൊക്കെ ഓർഫൻ കുട്ടികളെ ക്ലാസ്സാണ് കിട്ടുക. ഓർഫനേജ് കുട്ടികൾ തന്നെയുള്ള ക്ലാസ് കിട്ടും. എനിക്കിഷ്ടമാണ് ഓർഫനേജ് കുട്ടികളെ പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ പശ്ചാത്തലം അറിയാനും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഏത് കുട്ടി ഓർഫനേജിൽ വന്ന ഏത് കുട്ടിയാണെങ്കിലും എന്താണ് അവരുടെ പശ്ചാത്തലം എന്ന് അന്വേഷിച്ചറിഞ്ഞ് അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ, അവരുടെ പരിപോഷിപ്പിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നു, ഒരു ക്ഷമയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുറേ കുട്ടികൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അസനാജി ഗൾഫ് പറഞ്ഞയച്ച് അവിടെ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. അന്ന് ഈ PTA പാരൻസ് ഒന്നും നമ്മുടെ കൂടെ അധികം ഉണ്ടാവില്ല. PTA തന്നെ ഇല്ല. പാരൻസ് ഒന്നും സ്കൂളിലേക്ക് വരികയില്ല. അപ്പോൾ ചിലപ്പോൾ കുട്ടികളെ അടിച്ചാൽ, എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടീനെ കയ്യിൽ അടിച്ചപ്പം ഒരു കായലിൻ്റെ വടി കൊണ്ട് കയ്യിലടിച്ചപ്പം കൈ ഇങ്ങനെ മടിക്കപ്പം നഖത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കഷ്ണം പോയി. അപ്പം എത്തി രക്ഷിതാവ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്ന് ഹെഡ് മാഷ് അത് കൈകാര്യം ചെയ്തു. അങ്ങനെയൊക്കെ അല്ലാതെ നമ്മളെ പാരൻസ് PTA ഒന്നുമില്ല. പാരൻസൊന്നും തീരെ ഇടപെടില്ല. ആ കാലത്തും നമ്മുടെ സ്കൂളിൻ്റെ കലാകായിക രംഗത്ത് നന്നായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് നമ്മൾ ഇന്നത്തെ പോലൊന്നുമല്ല, ചെറിയ കുട്ടിയൊക്കെ ഒപ്പനയൊക്കെ ഉള്ള കാലമായിരുന്നു. അപ്പോൾ എൻ്റെ വലിയ മോന് ഇപ്പോൾ 34 വയസ്സായി. അവന് 8 മാസമായപ്പം അവനെയും കൊണ്ടുപോയി എറഞ്ഞിക്കൽ PVS ഹൈസ്കൂളിൻ്റെ മൈതാനത്ത് അവനെ കിടത്തി ഒപ്പനയ്ക്ക് പാട്ടുപാടി. അന്ന് പിന്നണി നമുക്ക് ആർക്കും പാടാം. അപ്പോൾ നമ്മളെ കുട്ടികളെ ഓർഫനേജിൽ നിൽക്കുന്നതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ സൗകര്യമാണ്. കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് പിന്നണി പാടിക്കൊടുത്ത് രാവിലെ ആകുമ്പോൾ പുലർച്ചെ ആകുമ്പം കപ്പും വാങ്ങിപ്പോകുന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ നമ്മളെ മേളകളൊക്കെ നടക്കും. ഒരു ശിശുദിനത്തിന് അന്നൊക്കെയാണ് ഇങ്ങനെ ഒരു വാർഷികം നടക്കുക. വാർഷികമായിട്ടല്ല, ശിശുദിനമായിട്ട്. എന്നാലും ഇന്ന് നമ്മളെ അതിൽ നിന്ന് മാറി കുറേ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ വലുതായി. അന്ന് ക്ലാസ്സിലിരിക്കുക എങ്ങനെയാണെന്നാ എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള എൻ്റെ കുട്ടികൾ രക്ഷിതാക്കൾക്കറിയാം. ഒരു ബെഞ്ചാണ് ഉണ്ടാവുക. ആ ബെഞ്ചിലിരിക്കുക, എഴുതാൻ പുറത്തേക്ക് ഇരുന്നിട്ട് ബെഞ്ചുമേൽ വെച്ച് എഴുതാം. എല്ലാത്തിനും കൂടി ഒരു ബെഞ്ചാണ് ഉണ്ടാവുക, ഇരിക്കാനും എഴുതാനും ഒക്കെ. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഏത് നിലയിലാണ്? നമ്മുടെ സ്കൂൾ ഏറ്റവും ഇൻ്റർനാഷണൽ ലെവലിൽ പരിപോഷിച്ച് നിൽക്കുകയാണ്. എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ, എല്ലാ ക്ലാസ്സിലും ഫാന്, കുട്ടികൾക്ക് എന്ത് സൗകര്യമാണ് വേണ്ടത് എല്ലാം നൽകിക്കൊണ്ട് ഇന്ന് നമ്മുടെ സ്കൂൾ അത്രയും ഉന്നതിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ JDTയുടെ സ്ഥാപനങ്ങൾ അതേപോലെ വളർന്നു. ആ LP സ്കൂള്, അന്നത്തെ LP സ്കൂളും ഇന്നത്തെ LP സ്കൂളും എനിക്ക് വളരെ നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞു. അതിൽ ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും ഇങ്ങനെ കുറേ അനുഭവങ്ങൾ, 37 കൊല്ലത്തെ അനുഭവം പറയുകയാണെങ്കിൽ തീരൂല.
അതുകൊണ്ട് തന്നെ നമുക്ക് സമയം വൈകിയതാണ്. ഏതായാലും എനിക്ക് ഇത്രയും സമുചിതമായ ഒരു യാത്രയപ്പം ഉപഹാരമൊക്കെ നൽകിയ എൻ്റെ PTA SST രക്ഷിതാക്കൾ, മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും എനിക്കുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. JDT Islam LP സ്കൂളിൻ്റെ ആനുവൽ ആർട്സ് ഫെസ്റ്റ് ജാം 2025 ഒരു ഭാഗമാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. JDT ഫാമിലിയുടെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്ഥാപനത്തിൽ ഞാൻ വന്നിരുന്നു. അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അന്നും ഇന്നും എന്നെ ക്ഷണിച്ചത് നമ്മുടെ നവാസ്കയാണ്. നവാസ്കയ്ക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഇത്രയും നല്ലൊരു വേദി തന്നതിന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു നല്ല കൈയ്യടി തരുമോ എല്ലാവരും ചേർന്നിട്ട്? താങ്ക് യു. ഈ കയ്യടിയും പ്രോത്സാഹനവും ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാവണം, കൂടെ തന്നെ ഉണ്ടാവണം. എനിക്കറിയാം ഒരുപാട് മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും പ്രോഗ്രാം ഇവിടെ നടക്കാനുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണാൻ കാത്തിരിക്കുകയാണെന്നും അറിയാം. അപ്പോൾ വളരെ കുറച്ച് സമയം 1, 2, 3 പാട്ടുകൾ പാടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും കൂടെ പാടൂലേ? പാടാൻ റെഡിയല്ലേ? കുട്ടികൾ ഡാൻസ് ചെയ്യൂലേ? പാടൂലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരുപാട് ഉമ്മമാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ പാട്ടിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്, സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? 1000 പോറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി, ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളി. താങ്ക് യു. मेरे ढोलना सुन, मेरे प्यार की धुन, मेरे ढोलना सुन. मेरे ढोलना सुन, मेरे प्यार की धुन, मेरे ढोलना सुन, मेरी चाहते तो फिजा में बहेंगी, जिंदा रहेंगी, होगे
സനി ധനി സഗമ സനി ധനി സഗമ സനി ധനി സഗമ മകനെ പൊന്മകനെ മുട്ടായവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കൊണ്ടിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വടും രാജാവുക്ക് എല്ലാരും ചൊല്ലും ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടത്തു വെച്ചാൽ സ്വർഗം പോലും അന്തർവേൾഡ് ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം പുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി
കള്ളക്കളി ശീലം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ കൂട്ടി വെച്ചോരംഗക്കളി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരണ്ട പുലി ഇണയാൻ വന്നൊരുക്കും നിന്നൊരുക്കും പണ്ടയാവത്തിൽ കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച സോഡ സർവത്ത് തൊടിയിൽ മലയാളം തിരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവുൾക്ക് ഇല്ലുമിനാട്ടി Illuminati.
വൈസ് പ്രസിഡന്റ് ശ്രീ ജാനിഫ് മെഹറിനുള്ള ഉപഹാരം നൽകുന്നു. താങ്ക് യു.